ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. നാഷണൽ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനെ സ്തുതിക്കുവാനുള്ള മന്ത്രങ്ങളെപ്പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തജനങ്ങൾക്ക് വ്യാഴദോഷം ത്തിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഗുരുവായൂരപ്പൻ ൻ്റെ കടാക്ഷം ലഭിക്കുവാൻ വേണ്ടി ഈ മന്ത്രജപങ്ങളൊക്കെ വളരെ ഉപകരിക്കുമെന്നറിയുക. ഇതിൽ പ്രധാനം വിഷ്ണു സഹസ്രനാമ സ്തോത്രം തന്നെയാണ്. സഹസ്രനാമ സ്തോത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ്. എല്ലാവിധ ആപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ ഏത് ദേവനെയാണ് സ്തുതിക്കേണ്ടത് എന്ന ഉദിഷ്ഠരൻ്റെ ചോദ്യത്തിന് മറുപടിയായി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യർ ശ്രീകൃഷ്ണനെ നോക്കി സ്തുതിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. 5 തിരിയിട്ട നെയ്വിളക്കിൻ്റെ മുമ്പിലിരുന്ന് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നത് ഉത്തമം. ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ എല്ലാ ഗ്രഹദോഷങ്ങളും അകന്നു പോവുകയും മനഃശാന്തി സിദ്ധിക്കുകയും ചെയ്യും. പിന്നെ വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അഷ്ടാക്ഷര മന്ത്രം. മാർക്കണ്ഡേയ മഹർഷി ഈ മന്ത്രം ജപിച്ചാണ് മൃത്യുവിൽ നിന്നും മോചനം നേടിയത്. ഇത് നിത്യവും പ്രഭാതത്തിൽ 108 തവണ വീതം അഷ്ടാക്ഷര മന്ത്രം ജപിച്ചാൽ എല്ലാവിധ ഗ്രഹദോഷങ്ങളും അകന്നു പോകുമെന്നും മനഃശാന്തിയും ഈശ്വരാധീനവുമൊക്കെ സിദ്ധിക്കുകയും ചെയ്യും. ഓം നമോ നാരായണായ എന്നതാണ് ഈ അഷ്ടാക്ഷര മന്ത്രം. ഇനി നമുക്കറിയേണ്ടത് ദ്വാദശാക്ഷര മന്ത്രമാണ്. നാരദ മഹർഷി ധ്രുവന് ഉപദേശിച്ചതാണ് ദ്വാദശാക്ഷര മന്ത്രം. ഓ നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് ഈ മന്ത്രം. ഈ മന്ത്രത്തിലെ 12 അക്ഷരങ്ങൾ 12 രാശികളെ പ്രതിനിധീകരിക്കുന്നു അത്രേ. ഈ മന്ത്രം പതിവായി 21, 41, 108 എന്നീ തവണകളിൽ ഏതെങ്കിലും ജപിക്കുകയാണെങ്കിൽ എല്ലാവിധ ദുരിതങ്ങളും അകന്നു പോകും. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സിദ്ധിക്കും. ജീവിതത്തിലും സമൂഹത്തിലും ഉന്നത സ്ഥാനം നേടും. ഈശ്വരാധീനം എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നെ ഇനി അറിയേണ്ടത് ഗ്രഹദോഷ പരിഹാരത്തിന് ഏറ്റവും പ്രധാനമായ ദ്വാദശ നാമാവലിയാണ്. 12 രാശികളുടെ അധിപന്മാരായിട്ട് വിഷ്ണു ഭഗവാന് 12 മൂർത്തിഭാവങ്ങളെ പറയുന്നു. ഈ മൂർത്തികളുടെ നാമധേയങ്ങൾ ചതുർത്ഥ്യന്തമായി ജപിക്കുന്നതാണ് ദ്വാദശ നാമാവലി. ഈ നാമാവലി പ്രഭാതത്തിൽ എന്നും ജപിക്കുന്നത് വ്യാഴം തുടങ്ങിയ സർവ്വഗ്രഹങ്ങളുടെയും അനിഷ്ടസ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കും. ഈ നാമാവലി എന്തെന്ന് പറയാം. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ തുടങ്ങിയ 12 മന്ത്രങ്ങളാണിത്. ഈ മന്ത്രങ്ങളൊക്കെ ഈ ഏകാദശി പോലെയുള്ള വ്രത അനുഷ്ഠാനം നടത്തുമ്പോഴെല്ലാം ജപിക്കുന്നത് നമുക്ക് ഈശ്വര കടാക്ഷം ഏറ്റവും നന്നായിട്ട് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി ഏകാദശി ദിവസം പാരായണം ചെയ്യേണ്ട മറ്റൊരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളുമുള്ള ഈ ഒരു മഹാപുരാണത്തിൽ കഥാപ്രതിപാദിതങ്ങളായ ഭഗവത് കഥകളാണ് സരസമായും സവിസ്തരമായും വർണ്ണിക്കുന്നു. ഭക്തിനിർഭരങ്ങളും സുമധുരങ്ങളുമായ ഒട്ടേറെ സ്തോത്രങ്ങളുടെ ഒരു മഞ്ജുഷ കൂടിയാണ് ഭാഗവതം. ദേവഹൂതി, ധ്രുവൻ, വിഷ്ണുദൂതന്മാർ, ദേവന്മാർ, ബ്രഹ്മാവ്, നാരദൻ, പ്രഹ്ലാദൻ, ദേവകി വസുദേവന്മാർ, നള കുബേരന്മാർ, കാളിയപത്നിമാർ, അക്രൂരൻ, ശ്രുതിദേവതകൾ, ഗോപികമാർ, ഉദ്ധവർ എന്നിങ്ങനെ വിഷ്ണുഭക്തരായ അനേകർ വിവിധ ഘട്ടങ്ങൾ ചെയ്യുന്ന ഭഗവത് സ്തുതികൾ ഭക്തജനങ്ങൾക്ക് എത്രയും പ്രിയങ്കരങ്ങളാണ്. ഭഗവത് അനുഗ്രഹത്താൽ ബ്രഹ്മാവിന് വെളിപ്പെട്ട ഭാഗവതജ്ഞാനം നാരദനിലൂടെ വ്യാസനിലെത്തി. വ്യാസൻ സ്വപുത്രനായ ശുഗനെ അത് പഠിപ്പിച്ചു. ശാപഗ്രസ്തനായി ആസന്ന മൃത്യുവായ പരീക്ഷിത്തിനെ ശുഗൻ ഭാഗവതം കേൾപ്പിച്ചു. ശുഗൻ്റെ ഭാഷണം കേൾക്കാൻ കഴിഞ്ഞ സൂതൻ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാരുടെ യാഗശാലയിൽ വെച്ച് അവരുടെ ആവശ്യപ്രകാരം അത് പുനരാഖ്യാനം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഭാഗവതം ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഒരു ഭാഗവതം ഏകാദശി ദിനം പാരായണം ചെയ്യുന്നതിലൂടെ ഈ മഹാന്മാരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നും അറിയുക. അതുവഴി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും കിട്ടും എന്ന് മനസ്സിലാക്കണം.
ഇനി ഏകാദശി ദിനം പാരായണം ചെയ്യേണ്ട മറ്റൊരു ഗ്രന്ഥമാണ് നാരായണീയം. ഭക്തന്മാർ പണ്ഡിത പാമര ഭേദമന്യേ ഏറ്റവും അധികം ആദരിച്ചു പോരുന്ന ഒരു ഗ്രന്ഥമാണ് ഈ നാരായണീയം. ഈ ഒരു സ്തോത്രങ്ങളുടെ നിർമ്മാണം കൊണ്ട് മേൽപ്പത്തൂർ വാതരോഗ വിമുക്തനായി ആയുരാരോഗ്യ സൗഖ്യം സമ്പാദിച്ചു എന്ന സംഗതിയാണ് ഏറ്റവും വിശേഷമായിട്ട് ഈ ഒരു നാരായണീയം ഗ്രന്ഥത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഏവർക്കും ഓർമ്മ വരുന്നത്. അതിനാൽ തന്നെ രോഗവിമുക്തിക്ക് ഭഗവാനെ ആശ്രയിക്കാമെന്ന് വരുന്നു. നാരായണീയം പാരായണത്തിലൂടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയും ആരോഗ്യമുള്ളൊരു ശരീരം, ആയുരാരോഗ്യ സൗഖ്യങ്ങളുമൊക്കെ ഭഗവാൻ ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കും എന്നും അറിയുക. ഭാഗവതത്തിലെ ഇതിവൃത്തം സംഗ്രഹിച്ച് സ്തോത്രകാവ്യത്തിന് പാകമാക്കി എടുത്ത മേൽപ്പത്തൂർ ഈ ഒരു ഗ്രന്ഥരചനയിൽ ഭഗവാന്റെ സ്വർഗാരോഹണം പാടെ പരിത്യജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ വാനള്ളുന്നു. തൻ തിരുവടിയുടെ സന്നിധാനത്തിലിരുന്ന് താൻ സ്തോത്രം നിർമ്മിക്കുന്നു. ഇതാണ് ഭട്ടതിരിയുടെ ഭക്തിമയമായ ദിവ്യഭാവന. ഈ ഭാവനയ്ക്ക് മുമ്പിൽ ഭഗവാന്റെ സ്വർഗാരോഹണ കഥയ്ക്ക് പ്രസക്തിയില്ലല്ലോ. ഈ ഭാവനയുടെ ഫലമാകുന്നു ശ്രീകൃഷ്ണ ത്വത്പാദോപാസനം അഭയതമം എന്ന് ഏകാദശത്തിലെ തത്വോപദേശത്തിൻ്റെ സംഗ്രഹണം ആരംഭിക്കുന്ന രീതി. ഭഗവാനിൽ നിന്ന് ഉപദേശം സിദ്ധിച്ച ഉദ്ധവനോടും നാരദനിൽ നിന്ന് ഉപദേശം സിദ്ധിച്ച വസുദേവരോടും ഭാവനാകൃതമായി തദാത്മ്യം പ്രാപിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ആ മഹാഗുരുവിൻ്റെ മുമ്പിൽ താൻ പഠിച്ച ശാസ്ത്രതത്വങ്ങളെല്ലാം ചിന്തിച്ചുറപ്പിക്കുകയും യഥാശാസ്ത്രം ജീവിക്കുവാൻ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഉപദേശ സംഗ്രഹണം നാരായണീയത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രന്ഥപാരായണത്തിലൂടെ ഭക്തന്മാർക്ക് ഈ വക ശാസ്ത്രതത്വങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാപ്തി കൊടുക്കുകയും അതനുസരിച്ച് യഥാശാസ്ത്രം ജീവിക്കുവാൻ അനുഗ്രഹം നൽകുകയുമൊക്കെ ചെയ്യുമെന്നും ഭക്തജനങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ലോകസംരക്ഷണാർത്ഥം ജനങ്ങളുടെ ഇഹലോകത്തിൽ ഉള്ള ജീവിത ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കി ധർമാർത്ഥ കാമങ്ങൾ നേടിയെടുക്കുവാനും അതുവഴി മോക്ഷപ്രാപ്തിക്കും ആവശ്യമായ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് ആചാര്യന്മാർ ബുദ്ധിപൂർവം നിർദ്ദേശിച്ച ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നേടുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള ഉപയോഗപ്രദമായ വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.